ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ വനയാത്രാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ കൊല്ലം ജില്ലയിലെ പുനലൂർ ചാലിയക്കരയിലാണ്. ചാലിയക്കരയിൽ നമ്മൾ മിക്കവാറും വന്ന് വാർത്ത ചെയ്യുന്ന സ്ഥലമാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം വരും. പക്ഷേ ഇന്നത്തെ ഒരു സംഭവം അതല്ല. നമ്മൾ വരുമ്പോൾ ആനയൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇന്ന് ആനകളുടെ ഒരു വലിയ ചാകരയായിരുന്നു. വന്ന വഴിക്കെല്ലാം ആനയെ ഷൂട്ട് ചെയ്ത്. അതായത് ചാലിയക്കര വന്നിട്ട് നമ്മൾ ഉപ്പൂഴി വഴി അച്ചൻകോവിൽ പോകുന്ന റൂട്ടിൽ നിൽക്കുകയാണ് ചെറുകടവ് പാലം. മനോഹരമായ ഒരു കാഴ്ച കാണിച്ചു തരാം. 2-3 സ്ഥലത്ത് ആനയെ ഷൂട്ട് ചെയ്തതിനു ശേഷം ഇവിടെ നമുക്ക് കാണാം കുളിക്കടവിൽ വെള്ളത്തിൽ നിന്ന് ആന തീറ്റയെടുക്കുന്ന മനോഹരമായ ഒരു കാഴ്ച ഒന്ന് കണ്ടു. നോക്കിയേ, ചാലിയക്കരയാറിന്റെ പൊന്തക്കാടിനിടയിൽ നിന്നും ആറ്റിൽ നിന്നും തീറ്റയെടുക്കുന്ന ഒരു പിടിയാനയെ കണ്ടോ? എത്ര നാളായിട്ട് ഇതുവഴി യാത്ര ചെയ്യുന്നത്. പക്ഷേ ഇത്രയും അടുത്ത് ആന എടുക്കുന്നത് ആദ്യമായിട്ടാണ്. ആന ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചാലിയക്കര കുറുവന്താവിടൊക്കെ. പക്ഷെ ഇന്ന് ആദ്യമായിട്ടാണ് ഒരു പിടിയാന ഈ വെള്ളത്തിൽ കൂടി ഇങ്ങനെ മന്ദം നടന്ന് അടിപൊളിയായിട്ട്. എന്ത് സൗന്ദര്യം നോക്കല്ലേ! കാട്ടാനെ കാണാൻ എന്ത് സൗന്ദര്യമാണ്. നമ്മൾ എത്ര നാട്ടാനെ കണ്ടാലും കാട്ടാനയുടെ സൗന്ദര്യം ഒന്ന് വേറെയാണ്. അവരുടെ ഒരു രീതിയും അവരുടെ ഒരു സ്വഭാവവും ഇതേ എന്നെ കണ്ടെന്ന് തിരിയുന്നുണ്ട്. ഒരുപാട് അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. നടന്നങ്ങ് പോവാണ്. അപ്പുറത്തെ ഭാഗത്തേക്ക് മാറുമെന്ന് തോന്നുന്നു. വാലൊക്കെ പൊക്കി പിടിച്ചേക്കുന്നുണ്ടോ? എന്നാലും ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കിടങ്ങിൽ ഇപ്പുറത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പേടിക്കണ്ട. പക്ഷെ എന്റെ പിന്നിലോട്ട് നോക്കി നിന്നേ പറ്റൂ. ഈ ബാക്കിൽ കൂടി ആന വരുന്ന സ്ഥലം കൂടിയാണ്. ആ ഭാഗത്ത് കിടങ്ങൊന്നുമില്ല. അവിടെ വലിയ കോളനികളൊക്കെ ഉണ്ട്. ആ ഭാഗത്തു നിന്നാണ് ആനകൾ ഇങ്ങോട്ട് ഇറങ്ങുന്നത്. കുറച്ച് ആനകൾ അപ്പുറത്തും കുറച്ച് ആനകൾ ഇപ്പുറത്തുമായി നിൽക്കുകയാണ് കിടങ്ങെടുത്തപ്പോൾ. എന്തൊക്കെയാണെന്തേ ഒന്ന് പിണക്കമൊക്കെ മാറിയിട്ട് വീണ്ടും തിരിഞ്ഞ് ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് വരികയാണ്. എന്തെങ്കിലും ഇഷ്ടം പോലെ തീറ്റയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ആറ്റുതീരത്ത് വന്നതെന്ന് ഇങ്ങനെ. പക്ഷെ എന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒറ്റ മനുഷ്യരും വന്നില്ല. ഈ വീഡിയോ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും ഫോറസ്റ്റുകാർ തൊട്ട് മുന്നേ പോയതേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് യാത്രികരും പോയി. അവരൊക്കെ ഇവിടെ ചവിട്ടി നിർത്തി പോയിട്ട് പോലും അവർക്കൊരു കാഴ്ച കാണാൻ പറ്റിയില്ല. അതൊക്കെ ഒരു ഭാഗ്യമാണ്. വനത്തിൽ വന്ന് വന്യമൃഗങ്ങളെ കാണുമെന്ന് പറഞ്ഞാൽ, ആനയെ കാണുമെന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. എന്ത് കൂളായിട്ടാണ് ഇന്ന് ചെവിയൊക്കെ ആട്ടി വാലൊക്കെ ആട്ടി നല്ല നമ്മുടെ വീട്ടിലെ പശുക്കളൊക്കെ നിന്ന് മേയുന്ന കണക്കൊരു മേച്ചിലാണ്. ഇവിടെ വളരെ വിശാലമായ ഏരിയ ആണ്. പക്ഷെ ആനകൾ വരുമ്പോൾ സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ പണി കിട്ടുന്ന ഒരു ഏരിയ കൂടിയായിരുന്നു നേരത്തെ. ഇപ്പം പെട്ടെന്ന് ഈ ആനകൾ ഇങ്ങോട്ട് നമുക്ക് കയറത്തില്ല എന്നൊരു ധൈര്യമുണ്ട്. കാരണം ഇവിടെ കിടങ്ങ് ഒഴിച്ചേക്കുവാണ്. അടുത്ത സമയത്ത് കിടങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ കുറെ ആനകൾ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ വൈകുന്നേരമൊക്കെ ഇവിടം വരെ ഒന്ന് കറങ്ങി പുല്ലൊക്കെ തിന്നിട്ട് പോകുന്ന ആനകളാണ്. അത് പോകുന്നുണ്ടോ? ആ പിടിയാന ഇങ്ങനെ നടന്ന് പൊന്തക്കാടിനടിയിലേക്ക് കയറുവാണ്. അപ്പോൾ കുറച്ച് നേരം നിന്നപ്പോൾ എന്തോ ഒരു ഡൗട്ട് തോന്നി. ആള് നിൽക്കുന്നതിന്റെ തോന്നിക്കാണ്. അപ്പോൾ മനോഹരമായ കാഴ്ചകൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് നമ്മൾ യാത്ര ചെയ്തത്. ഇവിടൊക്കെ ഒരു ആനയെ കാണുമെന്ന് പറഞ്ഞാലും ഇത്രയും ലൈവായിട്ട് കാണാമെന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. ആനകൾ ഇറങ്ങുന്നുണ്ട് രാത്രിയിലൊക്കെ. ചിലപ്പോൾ അപൂർവമായിട്ട് ഇവിടെ നാട്ടുകാരൊക്കെ കാണും. പക്ഷെ ഇതേപോലത്തെ വിഷ്വൽസ് എന്തൊക്കെയാലും ആരുടെയും കയ്യിൽ കിട്ടിയിട്ടില്ല. എന്തെങ്കിലും നമ്മൾ ഈ ചെറുകടവ് ഇഞ്ചപ്പള്ളി പാലം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് രാത്രി ഇതിൽ കൂടി ആന മേഞ്ഞ് നടക്കുന്ന സ്ഥലമാണ്. ഞാൻ ഒരിക്കൽ രാത്രിയിൽ ആനയെ ഇവിടെ ഇട്ടിരുന്നു. ആന നടന്നു. ഈ അടുത്ത സ്ഥലത്ത് ആ ആന കറങ്ങി തിരിഞ്ഞ് മോളി വന്നിട്ടുണ്ട്. ആ മത്താപ്പ് പോലുള്ള സ്ഥലത്ത് വീണ്ടും അവിടെ വന്ന് ആനയ്ക്ക് ഇപ്പുറത്ത് കയറണമെന്നുണ്ട്. പക്ഷെ ഈ കിടങ്ങ് കാരണം ആനയ്ക്ക് ഇപ്പുറത്ത് കയറാൻ വയ്യ. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ തീറ്റയൊക്കെ എടുത്ത് പതുക്കെ കറങ്ങി നിന്നിട്ടൊക്കെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ സംശയം ആളിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ലോങ്ങിലായാലും ആനയ്ക്ക് നല്ല കാണാശക്തിയാണ്. അതുകൊണ്ട് തന്നെ ആന കുറച്ചേരം നിന്നിട്ട് പതുക്കെ പിന്തിരിയാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് സൂമൊക്കെ ചെയ്തും കൊണ്ട് നടന്നു കയറിയില്ല. നടന്നു കയറുന്നതിന് മുമ്പ് തന്നെ ഇപ്പുറത്തെ കിടങ്ങിന്റെ ഇപ്പുറത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാം. ആന പോയി. സത്യം പറഞ്ഞാൽ ഇത്രയും സന്തോഷകരമായ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. ഒരു ദിവസം കുറച്ച് മെനക്കെട്ട് 2-3 മണിക്കൂർ ഞാൻ ഇവിടുന്ന് കിടന്ന് കറങ്ങായിരുന്നു. എന്തൊക്കെയാലും ആന എടുത്തിട്ടേ പോകുന്ന പേര്. ഈ ഭാഗത്തൊക്കെ പണ്ട് ഞാൻ ആനയെ കണ്ടിരുന്നു. പക്ഷെ കാട്ടിന്റെ ഇടയ്ക്കൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്ന് 1 മണിക്കൂറൊക്കെ നിന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ടുണ്ട്. പകൽ ആന ഇറങ്ങുമെന്ന് പറഞ്ഞ് ഇവിടെ നോക്കി നിന്നിട്ടുണ്ട്. അപ്പുറം ഇപ്പുറം അല്ല. പക്ഷെ എനിക്കൊരു ആനയെ ഈ ഭാഗത്തുനിന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ട് ഞാൻ ചാലിയക്കര വഴി. ഈ ഭാഗം എന്ന് പറയുന്ന ഒരു സൈഡിൽ കിടങ്ങും, അപ്പുറത്ത് പ്രവന്തൂര്, അതുപോലെ തന്നെ തെമ്മല പഞ്ചായത്തിന്റെ ചെറുകടവ് വാർഡൊക്കെയാണ്. ഇവിടെ നിന്നാണ് ആനകൾ ഇറങ്ങുന്നത്. കാരണം ഇവിടെ കിടങ്ങ് ഒഴിച്ചപ്പോൾ ആന അപ്പുറത്ത് പോയി. അപ്പുറത്തൊരു ആന നിൽക്കുന്നുണ്ടോ? കണ്ടോ? ഞാനിപ്പോ വന്നപ്പോ ഇറങ്ങി വന്ന് നിൽക്കുകയാണ് ആന. മരമൊക്കെ സ്ഥിരം വന്ന് കുത്തിപ്പൊളിക്കുന്ന ഒരു മോഴയാനയാണ്. എന്താ ഭംഗി നോക്കി, നല്ല വെയിലത്ത് ചെവിയൊക്കെ ആയിട്ട് നിൽക്കുക. ഞാനും ഇതും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഈ കിടങ്ങില്ലെങ്കിൽ ഓടിയാൽ പോലും മുഴുക്കൂല. അത്രയ്ക്കുണ്ട് ആ ഒരു അടുപ്പം എന്ന് പറയുന്നത്. ഏറെ അടുത്ത് നിൽക്കുകയാണ്. ഇവിടെ ഈ കിടങ്ങിപ്പോ അടുത്ത് കുഴിച്ചുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. പക്ഷെ ഈ കിടങ്ങിന്റെ അടുത്ത് ഭാഗത്തുനിന്ന് ആനകൾ വന്നാൽ നമുക്ക് എങ്ങോട്ട് ഓടാൻ പറ്റത്തില്ല. ഈ നിൽക്കുന്ന ആനയുടെ മുന്നിൽ ചെന്ന് ചാടേണ്ടി വരും. ഏതായാലും മനോഹരമായ ആനക്കാഴ്ച ചിന്നമ്പിളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ ഒരു പ്രത്യേകതയാണ്. എന്തെങ്കിലും ആള് ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അവരിങ്ങനെ ചിന്നമ്പിളിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ സിഗ്നൽ കൊടുക്കുന്ന കണക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയാലും വളരെ കൂളായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഫെൻസിംഗ് ഒന്നുമില്ല. ഫെൻസിങ്ങിൽ പോയി അപ്പുറത്ത് ഈ കിടങ്ങ് ഇപ്പൊ എടുത്തോണ്ടാണ്. അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് കയറും. ആനകളൊക്കെ ഇങ്ങനെ കയറി പോകുന്നത്. ഞാനൊരു സെൽഫി ഒക്കെ എടുത്തോട്ടോ ആന വെച്ച്, കാട്ടാനെ വെച്ചിട്ട് സെൽഫി. ഏതൊക്കെയാലും ആശാൻ പോവാണ്. അത്
നല്ലൊരു മഴയാണ് കേട്ടാ. അപ്പോ എന്താ കൊളുത്തുരുണ്ടിരിക്കുന്നുണ്ടോ വനത്തിലെ വെള്ളമൊക്കെ കോരി ഒഴിച്ചു വരിക. ഈ വനത്തിൽ ആനയെ കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ ആന എത്ര ഒരുക്കി കൊണ്ടുവന്നാലും കാട്ടാനയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് വല്ലാത്തൊരു സൗന്ദര്യം. എന്തെങ്കിലും ഇത്രയും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ചാലിയക്കര നമ്മുടെ തൊട്ടടുത്ത സ്ഥലത്തു നിന്ന് നമ്മൾ വലിയ ടൈഗർ റിസർവിലോ പെരിയാർക്കട കേന്ദ്രത്തിലൊന്നും പോകാതെ തന്നെ ബന്ദിപ്പൂരിന്ന് യാത്ര ചെയ്യാതെ തന്നെ നമ്മുടെ കൊല്ലത്തിന്റെ ആനക്കാഴ്ചകളാണ്. കൊല്ലത്ത് ഇഷ്ടം പോലെ ആനകളുണ്ട് കേട്ടോ. അച്ചൻകോൽ യാത്രയൊക്കെ ചെയ്താൻ പറ്റും, പക്ഷേ സൂക്ഷിച്ചു പോകണം. നല്ല കെയർ ആയിട്ട് തന്നെ ഈ വഴി യാത്ര ചെയ്യണം. ഇതുവഴി ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. ആന കയറൊക്കെ ആക്രമിച്ചിട്ടുള്ള സ്ഥലമാണ്. ഏതായാലും ഇനിയും മനോഹരമായ കാഴ്ചകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും വീണ്ടും നല്ല കാഴ്ചകൾ നിങ്ങളുടെ വിരത്തുമ്പിലേക്ക് എത്തും. അപ്പോൾ അടുത്ത കാഴ്ചയുമായി വീണ്ടും എത്താം.